ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് കൊണ്ടുവരുന്ന അന്വേഷണമാണ് CPIയുടെ നേതൃത്വത്തിലേക്ക് വരുന്ന ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇതിന്റെ ഡീൽ എന്നാണ് ആരോപണം. അതൊക്കെ തെറ്റായ കാര്യമാണ്. അതൊക്കെ അതൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമേ അല്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. അല്ല, സമരം തീർന്നപ്പോഴി അത് ആ ഒരു അതിൽ നിന്നും പിന്നീടുള്ള ഘട്ടങ്ങൾ വേറെ ഘട്ടമായല്ലോ. സമരം കഴിഞ്ഞു, വേറെ ഘട്ടത്തിൽ ശാന്തമായ അന്തരീക്ഷം വന്നല്ലോ. ആ ഘട്ടം കഴിഞ്ഞ ശേഷം ഞാൻ അതിൻ്റെ തുടരേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും രണ്ട് കൂട്ടരിൽ നിന്നുണ്ടായ ഒരു പൊതുവായ ആഗ്രഹം അവിടെ ഒരുമിച്ച് തീർന്നു എന്ന് പറഞ്ഞാൽ ശരി. നാടിൻ്റെ നന്മയ്ക്ക് ഇത്തരം ചർച്ചകൾ പലപ്പോഴും വേണ്ടിവരും. കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾക്കുള്ളിൽ ചിലപ്പോഴും മാന്യമായ കരാറുണ്ടാകേണ്ടി വരും. കൊലപാതക രാഷ്ട്രീയം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ കൊല്ലുമ്പോൾ മാന്യമായ കരാറുണ്ടാക്കേണ്ടി വരും. തൊഴിൽ പ്രശ്നം വന്ന് സംഘർഷം ഉണ്ടാകുമ്പോൾ, തൊഴിലാളികൾ വിഷമത്തിലാകുമ്പോൾ കരാറുണ്ടാക്കേണ്ടി വരും. അത്തരം ഒരു മാന്യമായ കരാർ എന്ന് മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. അതെനിക്കറിയില്ല. അത് CPM കൂടിയാലും നടന്നോ ഇല്ലോ എന്നുള്ളത് എനിക്കറിയാൻ പറ്റും. CPM അംഗം പോലും അല്ലാത്ത എനിക്ക് CPM കൂടിയാലും നടന്നോ ഇല്ലോ എന്ന് എനിക്കറിയാൻ പറ്റുമോ? അത് കോൺഗ്രസിൽ നടന്ന കൂടിയാലും എന്താണെന്നുള്ളത് കോൺഗ്രസിൽ പുറത്തു വന്നാൽ എനിക്കറിയാൻ പറ്റുമോ? ആ ചാപ്റ്റർ അവസാനിച്ചല്ലോ. ഉമ്മൻചാണ്ടി മരിച്ചു, ഉമ്മൻചാണ്ടി കുറ്റവിമുക്തനായി. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള പോസ്റ്റ്മോർട്ടം ഇപ്പോൾ അനവസരത്തിലാണ്. അങ്ങനെ ഞാൻ കരുതുന്നില്ല. ജോൺ മുണ്ടക്കയം ഉമ്മൻചാണ്ടിയുടെ ഒരു വലിയ ഭക്തനാണ്. അദ്ദേഹം ഉമ്മൻചാണ്ടി വലിച്ചടയ്ക്കാൻ ഒരിക്കലും ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, അത് ആർക്കും ഭക്തരാവാനുള്ള അവകാശമുണ്ടല്ലോ. മുണ്ടക്കയോട് സംസാരിച്ചു. മുണ്ടക്കയത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി. സത്യമാണ്. മുണ്ടക്കയം എൻ്റെ സുഹൃത്താണ്. ഈ വിഷയം ഒഴിച്ച് ബാക്കി കാര്യങ്ങൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഇപ്പോഴും സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് അതറിയാൻ പറ്റില്ല. അത് അദ്ദേഹം പറയുന്നതും ജോൺ ബ്രിട്ടാസും തമ്മിലുള്ള കാര്യം പറയുന്നത് ഞാനെങ്ങനെ പറയുന്നത്? ജോൺ ബ്രിട്ടാസ് പറയുന്നതും അവർ തമ്മിലുള്ളൊരു പ്രശ്നം അജ്ഞാതനായ ഞാനെങ്ങനെ പറയും? അല്ല ഇല്ല ഇപ്പോൾ തന്നെ ഞാൻ അതായത് കഴിഞ്ഞ ഒരു നിരവധി വർഷങ്ങളായി രാഷ്ട്രീയ കാര്യങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുന്ന കാൽനൂറ്റാണ്ടെന്ന പുസ്തകം കഴിഞ്ഞ ശേഷം അതിൻ്റെ പിന്തുടർച്ച എഴുതണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം കുറിച്ചു വെച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് പലതും എഴുതിയാൽ അത് ബോംബായി തീരുമോ എന്ന് പേടിയുള്ളതുകൊണ്ടും രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് എൻ്റെ മനസ്സുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താറുണ്ട്. ഇപ്പോൾ ബ്രിട്ടാസിനെ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അതിൻ്റെ ഒരു ചെറിയ വശത്തേക്ക് കടന്നു പോകാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പുസ്തകത്തിൽ കാണാം. ഇപ്പോൾ ഞാൻ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ ഇടവേള കിട്ടിയപ്പോൾ ഇവിടെ വന്നത് തന്നെ അത് എഴുതി തീർക്കാൻ പറ്റുന്നില്ല, എങ്കിലും കുറച്ച് എഴുതാം എന്നുള്ളതാണ്. എന്താ? അല്ല, KPC ഓഫീസിൽ ഞാനിപ്പം 4-ാം തീയതിക്ക് ശേഷം പോയിട്ടില്ല. ഇനി ഇലക്ഷൻ കഴിഞ്ഞ ശേഷം പോയിട്ടില്ല. ഇനിയിപ്പം 4-ാം തീയതിക്ക് പോകും. തീർച്ചയായിട്ടും എൻ്റെ പുസ്തകത്തിൽ ഒരു വരി പോലും അസത്യമുണ്ടാവില്ല. കാരണം കാൽനൂറ്റാണ്ട് എന്ന് പറഞ്ഞ പുസ്തകത്തെ ഏറ്റവും കൂടുതൽ സ്തുതിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്, കോൺഗ്രസ്സുകാരല്ല. ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ എഴുതുന്ന പുസ്തകത്തിൽ അതെനിക്കറിയില്ല. അത് ഓരോരുത്തരുടെ അറിയില്ല. എൻ്റെ പുസ്തകത്തിൽ അസത്യമായ ഒന്നും കാണില്ല. ഇപ്പൊ പറഞ്ഞതിലും അസത്യമായ ഒന്നുമില്ല. അങ്ങനെ എനിക്കറിയാൻ വയ്യ. അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അത് ഞാൻ മറുപടി പറയണ്ടല്ലോ. ഇല്ലല്ലോ. ജോൺ ബ്രിട്ടാസ് ഞാൻ എൻ്റെ ഫോണിൽ വിളിച്ചുവെന്നും എന്നെക്കുറിച്ച് പരാമർശം നടത്തിയതുകൊണ്ട് മാത്രമാണ് അത് ഞാൻ പ്രതികരിക്കുന്നത്. ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അതിൽ ഒരു കബളിപ്പിക്കലും ഇല്ല. അത് കേരളത്തിലെ ഏറ്റവും നല്ല ഒരു രക്ഷാമാർഗമായിരുന്നു. കബളിപ്പിക്കലല്ല. എന്താ
പക്ഷെ അത് അന്ന് അങ്ങനെ അത് പ്രസംഗത്തിൽ പറയുന്നതെല്ലാം രാഷ്ട്രീയത്തിൽ നടപ്പിലാവുമെങ്കിൽ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അണികൾക്ക് ഇവിടെ അക്ഷമരായ ആളുകളെ ഇവിടെ കാണാമായിരുന്നു, ഈ പ്രദേശം മുഴുവൻ ആ സമരത്തിൻ്റെ അടുത്ത ദിവസം. അത് ഞാനിപ്പോൾ ഉത്തരം പറയുന്നില്ല. അത് ചോദിക്കേണ്ടത് CPM നേതൃത്വത്തോടാണ്, എന്നോടല്ല. ഞാനിപ്പോൾ CPMലല്ല, ഞാൻ CPM ചേർന്നിട്ടുമില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ആ കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഒരു പരിധി വിട്ട് പറയാൻ എൻ്റെ രാഷ്ട്രീയ മര്യാദ അനുവദിക്കുന്നില്ല. അനൗൺസ് ചെയ്ത ശേഷം അത് തെറ്റായിപ്പോയി എന്ന ധാരണ വളരെ ആൾക്കുണ്ടായിരുന്നു, വളരെ കൂടുതൽ ആൾക്കുണ്ടായിരുന്നു. പലരുമായിട്ട് സംസാരിച്ചത് ആയിരുന്നു. ആ സംസാരത്തിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ഞാൻ CPM നേതാക്കന്മാരുടെ സംസാരത്തിൻ്റെ ഗതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ തിരുവനന്തപുരമായി സംസാരിച്ചത്, അല്ലെങ്കിൽ സംസാരിക്കില്ലല്ലോ.